വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അഥവാ SIR നടപ്പാക്കും എന്ന പ്രസ്താവനയ്ക്ക് മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അണിനിരക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന നടപ്പാക്കിയേ തീരൂ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിക്കുമ്പോൾ അതിന്റെ പ്രവർത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന പക്ഷമാണ് പ്രതിപക്ഷത്തിന്. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല. സവിശേഷമായും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിനി അധികം സമയമില്ല എന്നതും ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പറയുന്നു, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ് എന്ന്. സമാനമായ ചിന്തയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കാനുള്ള തീരുമാനം ബുദ്ധിശൂന്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ എതിർത്ത് സംസാരിച്ച പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2002-2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ് എന്ന് കേരള മുഖ്യമന്ത്രി പറയുന്നു. ബീഹാറിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയ SIR പ്രക്രിയയെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി ഭരണഘടനയുടെ അനുച്ഛേദം 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് ബീഹാറിൽ നടന്നതും ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വ്യാപിക്കാൻ പോകുന്നതുമായ SIR പ്രക്രിയ എന്ന് ചൂണ്ടിക്കാട്ടുന്നു. പൗരന്റെ മൗലിക അവകാശമായ സമ്മതിദാനം രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് എടുത്തുമാറ്റാൻ പറ്റുന്നതല്ല എന്നും പ്രസ്താവനയിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് SIR പ്രക്രിയ വഴി ഉദ്ദേശിക്കുന്നത് എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണെന്നും പറഞ്ഞു. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നീക്കമാണ് SIR-ിലൂടെ കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത് എന്ന വിമർശനം ഒരു തരത്തിലും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഇവിടെ പ്രസക്തമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. SIR നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ സണ്ണി ജോസഫ്, കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് SIR ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം ഉന്നയിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തു നൽകിയെങ്കിലും അത് മുഖവിലേക്കെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തതിൽ സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇടതു കക്ഷികളും കോൺഗ്രസും വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയെ നഖശിഖാന്തം എതിർക്കാൻ തന്നെയാണ് തീരുമാനം. ബീഹാർ SIR-ന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ഇതേ പ്രക്രിയ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നും ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനുള്ള പിണറായി വിജയന്റെ പ്രസ്താവന കേരളത്തിൽ SIR പ്രക്രിയ കടുത്ത എതിർപ്പ് വരുമെന്ന് വ്യക്തമാക്കുകയാണ്. ഈ എതിർപ്പിനെ മറികടന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെയും വരാനിരിക്കുന്ന മറ്റ് ഇലക്ഷൻ പ്രക്രിയകളെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല.